ചെറുകിട കർഷകരെ ബാധിക്കുന്ന ഒരു നിർദ്ദേശങ്ങളും കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലില്ലെന്ന് DCC പ്രസിഡന്റ് KL പൗലോസ് പറഞ്ഞു. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ 4 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞു മാത്രമേ അവസാന വിജ്ഞാപനം പുറത്തിറങ്ങൂ. ഇതു മനസ്സിലാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമരം ചെയ്യിക്കുകയാണ് LDF ചെയ്യുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി വരുന്നത് 2006-ലാണ്. ഈ സമയം കേരളം ഭരിച്ചിരുന്ന LDF സർക്കാർ ഇതിനെതിരെ ഒന്നും ചെയ്യാതെ ഇപ്പോൾ എതിർക്കുകയാണ്. ഇനി എന്തെങ്കിലും ആശങ്കയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയിക്കാനുള്ള സമയവും അനുവദിച്ചിരിക്കുന്നു. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി അവസരവാദവും ഇരട്ടത്താപ്പുമാണ് സ്വീകരിക്കുന്നത്. 5 വർഷക്കാലം ഇതിനെപ്പറ്റി നിയമസഭയ്ക്കകത്തോ പുറത്തോ ഒരു ചർച്ചയ്ക്കും തയ്യാറാകാത്ത ആളുകളാണ് സമൂഹത്തോടോ ജനങ്ങളോടോ കർഷകരോടുള്ള പ്രതിബദ്ധത എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ റിപ്പോർട്ടിനെ എതിർക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ ജനാധിപത്യ മര്യാദകൾ പോലും പാലിക്കാതെ ഏകപക്ഷീയമായി കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള സർക്കാർ ശ്രമങ്ങളെയാണ് എതിർക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രൻ പറയുന്നു. പശ്ചിമഘട്ടം സംരക്ഷിക്കുമ്പോൾ കർഷകർ കൃഷിഭൂമിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരരുത്. ഇവിടെ ഏകപക്ഷീയമായി വയനാട്ടിലേക്ക് 26-ാം തീയതി അഭിപ്രായം ചോദിക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഏകപക്ഷീയമായിട്ട് നിയമസഭയെയും പാർലമെന്റിനെയും നോക്കുകുത്തിയാക്കിയിട്ട് പ്രഖ്യാപനം വന്നപ്പോഴാണ് ജനങ്ങൾ ആശങ്കയുണ്ടായത്. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇറക്കി വിടുക എന്ന് പറഞ്ഞ് സ്വയം ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത MP യെ സംരക്ഷിക്കാനാണ് DCC നേതൃത്വം ശ്രമിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആരോപണങ്ങളാണെന്നും LDF നേതൃത്വം കുറ്റപ്പെടുത്തി. മീഡിയ 1 വയനാട്.